ഇന്ന് നമ്മൾ LDC ഹോട്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSC ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസും റിലേറ്റഡ് ഫാക്ട്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് 1 വനിതാ സംവരണ ബില്ല്, അതുപോലെ ചന്ദ്രയാൻ 3, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ പത്രങ്ങൾ, ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ, പ്രശസ്ത വരികൾ, കവികൾ. ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വനിതാ സംവരണ ബില്ല്. വനിതാ സംവരണ ബില്ലിന്റെ മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനിയൻ. നാരി ശക്തി വന്ദൻ അധിനിയം 2023 ലോകസഭയിൽ അവതരിപ്പിച്ചത് 2023 സെപ്റ്റംബർ 19. ലോകസഭ പാസ്സാക്കിയത് നെക്സ്റ്റ് ഡേ തന്നെ 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. അപ്പൊ ആദ്യം പാസ്സാക്കിയത് ലോക്സഭ, പിന്നെ പാസ്സാക്കിയതാണ് രാജ്യസഭ. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നായിരുന്നു? 2023 സെപ്റ്റംബർ 28. അന്നേ മാസം തന്നെ ആയിരുന്നു. ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമന നീതി വകുപ്പ് മന്ത്രി ആരായിരുന്നു? അർജുൻ റാം മേഘവാൾ ആണ്. അർജുൻ റാം മേഘവാൾ. വനിതാ സംവരണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി 106 ആണ്. 106 ഭരണഘടനാ ഭേദഗതി ബില്ല് ഏതാ? 128 ആണ്. ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്തു. എന്നാൽ രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്കോ വനിതാ സംവരണ നിയമം ബാധകമല്ല. ഓക്കെ, 128 അമെന്റ്മെന്റ് ആണ്. 128 അമെന്റ്മെന്റ് ആണ്. സെപ്റ്റംബർ 20 ലോക്സഭ പാസ്സാക്കി, സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കി. 330A എന്താണ്? ലോക്സഭയിലേക്കുള്ള വനിതകളുടെ സംവരണം ഓർ SC ഓർ ST 33%. ഓക്കെ, 332A എന്താ? 332A എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ സ്ത്രീ സംവരണമാണ്. SC ST 33%. 334A എന്താ? വനിതാ സംവരണം അടുത്ത സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയത്തിന് ശേഷം. ഓക്കെ, 230AA എന്താ? സംവരണം ഡൽഹിക്ക് ബാധകമാണ്. സോ രാജ്യസഭ ലെജിസ്ലേറ്റീവ് കൗൺസിൽ OBC സംവരണം ഇല്ല. രാജ്യസഭ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ OBC സംവരണം ഇല്ല. അതുപോലെ ആക്ട് നിലവിൽ വന്ന് അടുത്ത 15 വർഷം സംവരണം തന്നെയായിരിക്കും. ഓക്കെ, ചന്ദ്രയാൻ 3 ആണ് അടുത്ത ടോപ്പിക്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വാഹനം ഏതായിരുന്നു? LV-3 M4 ആണ്. ഭാരം എത്രയായിരുന്നു? 3895 കിലോഗ്രാം. 3895 കിലോഗ്രാം. ISRO ചെയർമാന് ആരായിരുന്നു ആ സമയത്ത്? S സോമനാഥ് ആണ്. ഭ്രമണ പദത്തിൽ എത്തിയത് എന്നായിരുന്നു? 2023 ഓഗസ്റ്റ് 5 2023 ഓഗസ്റ്റ് 5. ഓക്കെ, നെക്സ്റ്റ് മാസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നായിരുന്നു? 2023 ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23. ഓക്കെ, ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു? ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ശേഷം ലഭിച്ച സന്ദേശം എന്തായിരുന്നു? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയായി മാറി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ബഹിരാകാശ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയായി മാറി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത 4ാമത്തെ രാജ്യം. ഓക്കെ, ഇത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ടുള്ളതാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 1ാമത്തത് റഷ്യയാണ്, 2ാമത്തത് അമേരിക്ക, 3ാമത്തത് ചൈനയാണ്. ഓക്കെ, ചന്ദ്രനുള്ള ഗർത്തങ്ങളായ മാർസിനസ്സി, സിംപോലിസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ്. ഓക്കെ, ചന്ദ്രനുള്ള ഗർത്തങ്ങളായ മാർസിനസ്സി, സിംപോലിസ് എന്നിവയ്ക്ക് ഇടയിലുള്ള സമതലത്തിലാണ് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ഓക്കെ, ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ, പേര് കൊടുത്തത് ആരാ? നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. ഓക്കെ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡർ ഏതാ? വിക്രം, ധൈര്യം. ചന്ദ്രയാൻ 3ന്റെ റോവർ എന്താ? പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3ന്റെ ആദ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിലെ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക. അതുപോലെ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഓക്കെ, ചന്ദ്രൻ 3
ലാൻഡിന്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന സ്ഥലത്താണ്. പരീക്ഷണ ലാൻഡിംഗ് എവിടെ നടന്നത്? തമിഴ്നാട്ടിലെ നാമക്കലിലാണ്. ലാൻഡിന് 3 പേലോഡുകൾ ഉണ്ട്. ഏതൊക്കെയാ 3 പേലോഡുകൾ? ഒന്ന് രംബ LP, രണ്ടാമത് ചേസ്റ്റ്, മൂന്നാമത്തത് ILSA. ഓക്കെ. രംബ LP ചന്ദ്ര ഉപരിതലത്തിലെ പ്ലാസ്മ സാന്ദ്രതയും അതിന്റെ മാറ്റങ്ങളും കണ്ടെത്താൻ. ചേസ്റ്റ് ചന്ദ്രന്റെ പോളാർ റീജിയനു സമീപത്തെ തലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാൻ. ILSA ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലെ പ്രകമ്പനങ്ങൾ അളക്കുകയും പ്രതലത്തിന്റെ മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നു. LRA ലേസർ റെട്രോ റിഫ്ലക്ടർ എറേ വിക്രം ലാൻഡറിലുള്ള നാസ രൂപകൽപ്പന ചെയ്ത പേലോഡ് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്ര ഉപരിതലത്തിന്റെ ദൂരം കണക്കാക്കുന്നു. റോവറിന് 2 പേലോഡുകൾ, ലിബ്സ് അതേപോലെ APXS LIBS ലിബ്സ്. ഓക്കെ. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കാൻ പ്രധാനമായും MGAL SIKCATIFE. ഓക്കെ. APXS ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയെയും ധാതുഘടനയെയും കുറിച്ച് പഠിക്കാൻ. ഓക്കെ. അത് ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? മോഹനകുമാറാണ്. പ്രൊജക്ട് ഡയറക്ടർ P മുത്തുവേല്, മിഷൻ ഡയറക്ടർ മോഹനകുമാർ. VSSC ഡയറക്ടർ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്വാതന്ത്ര്യ സമര സേനാനികളും അവരുടെ പത്രങ്ങളും. നേഷൻ ആരുടെ പത്രമാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആരുടെ പത്രമാണ്? ആനി ബസന്ത്. അൽ ഹിലാൽ ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ലീഡർ ആരുടെ പത്രമാണ്? ലീഡർ മദൻ മോഹൻ മാളവ്യാണ്. ഈ മദൻ മോഹൻ മാളവ്യ തന്നെയല്ലായിരുന്നോ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനുള്ള ഒരാള്? ഓക്കെ. വന്ദേമാതരം ആരുടെ പത്രമാണ്? ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. ഓക്കെ. ഷോം പ്രകാശ് ആരുടെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോഷ്യൽ റിഫോമർ ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ പത്രമാണ് ഷോം പ്രകാശ്. തത്വബോധിനി പത്രിക ആരുടെയാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. ഓക്കെ. ബഹിഷ്കൃത ഭാരതം മൂകനായക ഇതാരുടെയാണ്? ബഹിഷ്കൃത ഭാരതം അതേപോലെ മൂകനായക ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ്? BR അംബേദ്കറിന്റെയാണ്. പ്രബുദ്ധ ഭാരതം ആരുടെ പത്രമാണ്? സ്വാമി വിവേകാനന്ദൻ. സിമ്പിൾ ആയിട്ടുള്ള ഫാക്ട് ആണ്. ബോംബെ ക്രോണിക്കിൾ ആരുടെ പത്രമാണ്? ഫിറോസ് ഷാ മേത്തയുടെയാണ് ബോംബെ ക്രോണിക്കിൾ. മറാത്ത അതുപോലെ കേസരി. മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ്. കേസരി എന്ന് പറയുന്നത് മറാഠിയാണ്. അപ്പൊ ഈ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജിന്റെ പത്രമാണ്. കോമ്രേഡ് ആരുടെ പത്രമാണ്? മൗലാന മുഹമ്മദ് അലിയുടെ പത്രമാണ് കോമ്രേഡ്. സംവാദ കൗമുദി ആരുടെ പത്രമാണ്? രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. ബന്ദി ജീവൻ ആരുടെ പത്രമാണ്? സച്ചീന്ദ്ര നാഥ സന്യാളുടെ പത്രമാണ് ബന്ദി ജീവൻ. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ. ഓക്കെ. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ കൈഗ കർണാടകയിലാണുള്ളത്. കർണാടകയില്. കക്രപാറ ഇവിടെ ഗുജറാത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണവ നിലയാണ് കക്രപാറ, ഗുജറാത്തിലാണ്. നരോര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. കോട്ട റാവത് ഭട്ട് എവിടെയാണുള്ളത്? രാജസ്ഥാനാണ്. കോട്ട റാവത് ഭട്ട് രാജസ്ഥാനിലാണുള്ളത്. കൂടംകുളം കൽപ്പാക്കം ഇതെവിടെയാണുള്ളത്? തമിഴ്നാട്. താരാപൂർ ജയ്പൂർ ഇതെവിടെയാണുള്ളത്? മഹാരാഷ്ട്ര. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. താരാപൂർ 1969. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. 1969. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഓക്കെ അതേതാ? അപ്സരയാണ്. 1956 മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാ? കാമിനി കൽപ്പാക്കം. ഇന്ത്യൻ ആണവോർജ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഹോമി ജെ ബാബ. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് അണുബോംബ് രാജാരാമണ്ണയാണ്. ആണവോർജം ഹോമി ജെ ബാബ. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രശസ്ത വരികളും കവികളും. ഓക്കെ. ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ആരുടെ വരികളാണ്? വള്ളത്തോൾ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വരികളാണ്? വള്ളത്തോൾ. മലർണിക്കാടുകൾ തിങ്ങി വിങ്ങി ഇതാരുടെ വരികളാണ്? ചങ്ങമ്പുഴ. ഓക്കെ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഇതാരുടെ വരികളാണ്? ചങ്ങമ്പുഴ.
കപട ലോകത്തിലെ എന്നുടെ കാപട്യം എന്ന് എഴുതിയതാരായിരുന്നു? കുഞ്ഞുണ്ണി മാഷാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, ഇതാരുടെ വരികളാണ്? വയലാറാണ്. വയലാർ. കാലമിനിയും ഉരുളും, വിഷു വരും വർഷം വരും, ഇതാരുടെ വരികളാണ്? NN കക്കാട്. നാട്യപ്രധാനം നഗരം ദരിദ്രം, കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം എന്ന വരികൾ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഓക്കെ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ, ഇതാരുടെ വരികളാണ്? കടമ്മനിട്ട രാമകൃഷ്ണനാണ്. ഓക്കെ. അമ്മയെ വരൂ വരൂ വെക്കം വെളിയിലേക്ക്, ഇതാരുടെ വരികളാണ്? അമ്മയെ വരൂ വരൂ വെക്കം വെളിയിലേക്ക്, ബാലാമണി അമ്മയുടെ വരികളാണ്. ഓക്കെ. മാറ്റുവിൻ ചട്ടങ്ങളെ, ആരുടെ വരികളാണ്? കുമാരനാശാൻ. പ്രാഞ്ചിയേട്ടൻ സിനിമയിലല്ലേ മാറ്റുവിൻ ചട്ടങ്ങളെ, കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ. അങ്കുശമില്ലാത്ത ചാബല്യമേ മന്നി, ഇതാരുടെ വരികളാണ്? ചങ്ങമ്പുഴയുടെയാണ്. ദൈവമേ കൈത്തൊഴാം, ഈ വരികൾ ആരുടെയാണ്? പന്തളം കേരളവർമ്മയുടേതാണ്. ജയ ജയ കോമള കേരള ധരണി, ഇതാരുടെ വരികളാണ്? ബോധേശ്വരന്റെ വരികളാണ്. ജയ ജയ കോമള കേരള ധരണി, ബോധേശ്വരൻ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, ഇതാരുടെ വരികളാണ്? പന്തളം KP രാമൻ പിള്ളയുടെ വരികളാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. ഓക്കെ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, ഇതാരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. കുമാരനാശാന്റെ വരികളാണ്. ഓക്കെ. ആരോ ഒരാളൻ കുതിരയെ കിട്ടുവാൻ, ഇതാരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. ആരോ ഒരാളൻ കുതിരയെ കിട്ടുവാൻ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, ഇതാരുടെ വരികളാണ്? വയലാറ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, വയലാറിന്റെ വരികളാണ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. കേരള സർക്കാർ പദ്ധതികളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സർക്കാർ പദ്ധതികളാണ് നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന തീമാണ്. ഓക്കെ. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ ചിട്ടി പദ്ധതി ഏതാണ്? വിദ്യാശ്രീ ആണ്. വിദ്യാശ്രീ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി വിദ്യാതീരമാണ്. വിദ്യാതീരം. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകൾ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി എന്നാണ് ആപ്ലിക്കേഷൻ. വിദ്യാവാഹിനി. ബസ് യാത്രക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം തടയാൻ എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വിദ്യയാണ്. ഓപ്പറേഷൻ വിദ്യ. ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വിദ്യാതരംഗിണിയാണ്. വിദ്യാതരംഗിണി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പോർട്ടൽ ഏതാ? വിദ്യാഞ്ജലിയാണ്. വിദ്യാഞ്ജലി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് അടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സേഫ് റോഡാണ്. സേഫ് റോഡ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സേവാസ് ആണ്. സേവാസ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി E-Cube. E⁻³ എന്നാണ്. ഓക്കെ. അത് ഏതാണ്? എൻജോയ് എൻഹാൻസ്. E-Cube എൻജോയ് എൻഹാൻസ് ആൻഡ് എൻറിച്ച്. ഓക്കെ. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടി ഏതാണ്? മാലാഖ. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? ഹൂപ്പ്. ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനവാണ്. കനവ്. കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? എത്നിക് വില്ലേജ്. ഗോത്ര ഗ്രാമം. ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ആട്ടക്കള. ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യ വിദ്യാലയങ്ങളിൽ എത്താനുള്ള പദ്ധതി ഏതാണ്? ഗോത്രസാരഥിയാണ്. ഗോത്രസാരഥി. പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രജീവിക. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നവകിരണം. ഓക്കെ. ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതി ജോറ് മലയാളം. ഓക്കെ.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ തൊഴിൽ സജ്ജരാക്കാനുള്ള പദ്ധതി ഏതാണ്? ഉന്നതി വിജ്ഞാനാണ്. ഉന്നതി വിജ്ഞാൻ. ശാക്തീകരണത്തിനുള്ളത് ഏതാണ്? ഉന്നതിയാണ്. പട്ടികവർഗ വിഭാഗത്തിന്റെ ശാക്തീകരണത്തിനുള്ളത് ഉന്നതിയാണ്. തൊഴിൽ സജ്ജരാക്കാനുള്ളത് ഉന്നതി വിജ്ഞാന്. ഓക്കെ. സംസ്ഥാനത്തെ വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരിയാണ്. പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതി ഏതാണ്? ഹരിതരശ്മിയാണ്. ഹരിതരശ്മി. പട്ടികജാതി പെൺകുട്ടികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി വാത്സല്യ നിധിയാണ്. വാത്സല്യ നിധി. പട്ടികജാതി വിഭാഗക്കാർക്ക് വീട് നന്നാക്കാനുള്ള പദ്ധതി സേഫ് ആണ്. സേഫ്. കോവിഡിൽ മരിച്ച പട്ടികജാതിയിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രത്യേക വായ്പാ പദ്ധതി ഏതാണ്? സ്മൈലാണ്. സ്മൈൽ. അമ്മമാർക്ക് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ വഴി സൈബർ സുരക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? അമ്മ അറിയാൻ. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. മാതൃജ്യോതി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി മാതൃയാനാണ്. മാതൃയാനം. ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി സ്നേഹസ്പർശമാണ്. സ്നേഹസ്പർശം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഈ ഓട്ടോ നൽകുന്ന പദ്ധതി ഏതാണ്? സ്നേഹയാനാണ്. സ്നേഹയാനം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം ഏതാണ്? സ്നേഹഗ്രാമാണ്. സ്നേഹഗ്രാമം. അതിജീവിതകൾക്ക് അഭയവും കരുത്തും നൽകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? സ്നേഹിതയാണ്. സ്നേഹിത. അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ഏതാണ്? ശരണ്യാണ്. ശരണ്യ. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും ഇല്ലാത്ത നിർധരരായ കുട്ടികൾക്കുള്ള സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം. ഭിന്നശേഷിക്കാരായ തൊഴിൽ രഹിതരുടെ സമഗ്ര തൊഴിൽ പുനരധിവാസം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? കൈവല്യാണ്. കൈവല്യ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നോർക്ക റൂട്ട്സുമായി ചേർന്ന് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി ഏതാണ്? പ്രവാസി പുനരധിവാസ വായ്പാ പദ്ധതി. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? നവകിരണമാണ്. നവകിരണം. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? സ്പേസ് ആണ്. സ്പേസ്. ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിക്കുന്ന കായിക പരിശീലന പദ്ധതി ഏതാണ്? റേസ് ആണ്. റേസ്. സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവം ഏതാണ്? സമ്മോഹനാണ്. സമ്മോഹൻ. ഓക്കെ. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ആരംഭിച്ച ഭവന വായ്പാ പദ്ധതി ഏതാണ്? മെറി ഹോം ആണ്. മെറി ഹോം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹജീവനാണ്. സഹജീവനം. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ശാക്തീകരണം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. അനുയാത്ര. കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിന് നടപ്പാക്കുന്ന തൊഴിൽ പദ്ധതി സമഗ്രയാണ്. സമഗ്ര. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന പദ്ധതി സഹജീവനം സഹായ കേന്ദ്രം. ഓക്കെ. സഹജീവനം സഹായ കേന്ദ്രം. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സമഗ്രയാണ്. സമഗ്ര. കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ബ്ലോസ് ആണ്. ബ്ലോസം. അഭ്യസ്ത വിദ്യരും തൊഴിൽ അന്വേഷകരുമായ വനിതകൾക്കു തൊഴിൽ നൽകാൻ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി തൊഴിൽ അരങ്ങത്തേക്കാണ്. തൊഴിൽ അരങ്ങത്തേക്ക്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ള തൊഴിൽ അന്വേഷകർക്ക് വേണ്ടി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതി തൊഴിൽ തീരമാണ്. തൊഴിൽ തീരം. മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ മത്സ്യ.
മത്സ്യ വിൽപ്പനക്കാരായ വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഏതാണ്? സമുദ്രയാണ്, സമുദ്ര. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായ മത്സ്യം കണ്ടെത്തുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സാഗർ റാണിയാണ്, ഓപ്പറേഷൻ സാഗർ റാണി. തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഉള്ള പദ്ധതി ഏതാണ്? പുനർഗേഹമാണ്, പുനർഗേഹം. മത്സ്യമേഖലയിലെ സംരംഭക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സംസ്ഥാന പദ്ധതി ഏതാണ്? പരിവർത്തനാണ്, പരിവർത്തനം. കേരള നോളജ് ഇക്കോണമി മിഷൻ ട്രാൻസ് വിഭാഗത്തിന് നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽ പദ്ധതി ഏതാണ്? പ്രൈഡാണ്, പ്രൈഡ്. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതി പ്രൈഡാണ്. ട്രാൻസ്ജെൻഡേഴ്സ് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സമന്വയയാണ്, സമന്വയ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഗരിമ ഗൃഹ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് സഹായം നൽകുന്ന സർക്കാർ പദ്ധതി സഫലമാണ്, സഫലം. കുട്ടികളുടെ സാമൂഹിക മികവ് ഉയർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? സഹിതമാണ്, സഹിതം. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിലന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പഞ്ചമിയാണ്, പഞ്ചമി. പട്ടികവർഗ വിഭാഗത്തിലെ അഭ്യസ്തവിദ്യരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ മേഖലയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമിക് മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഒപ്പറയാണ്, ഒപ്പറ. പട്ടികവർഗക്കാരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഹരിതരശ്മി. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏതാണ്? ഏകാരോഗ്യ പദ്ധതിയാണ്. അംഗൻവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി തേൻ കണം, തേൻ കണം. അംഗൻവാടി കുട്ടികളുടെ ശിശു സൗഹൃദ വികസനത്തിനായി നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ചായമാണ്, ചായം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി ഏതാണ്? കാവൽ പ്ലസ് ആണ്, കാവൽ പ്ലസ്. കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്നതിനുള്ള വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി ഏതാണ്? കാവലാണ്, കാവൽ. യുവാക്കൾക്ക് വിവിധ സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ നേടാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി കാവൽ. ഗുണ്ടാ പ്രവർത്തനം അമർച്ച ചെയ്യാൻ കേരള പോലീസ് പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ കാവൽ. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈവിധ്യവും സമ്പൂർണ്ണ പോഷണങ്ങളും ഉൾക്കൊള്ളിച്ച് അംഗൻവാടി കുട്ടികൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ്. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസിന്റെ ബോധവൽക്കരണ പദ്ധതി മാലാഖ, മാലാഖ. കുട്ടികളിലെ ജീവിത ശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ്പാണ്, ലീപ്പ്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പൊൻവാക്കാണ്, പൊൻവാക്ക്. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശരണബാല്യമാണ്, ശരണബാല്യം. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി തന്റെ ഇടം. അശരണരായ വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അഭയകിരണം. നിർധന വിധവകൾക്കും നിയമപരമായി വിവാഹ മോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി മംഗല്യ. വനിതകളെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനു പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പും ജെൻഡർ പാർക്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഡിജിറ്റൽ പാഠശാല. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി പടവുകൾ. വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീ സുരക്ഷയ്ക്കായി ആവിഷ്കരിച്ച കർമ്മ പദ്ധതി കനൽ. ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി രക്ഷാദൂത്. ലിംഗ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഭൂമിക.
അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കാനുള്ള പദ്ധതി, റേഷൻ റൈറ്റ് കാർഡ് പദ്ധതി. അന്യ സംസ്ഥാന തൊഴിലാളികൾക്കായി ഹോസ്റ്റൽ രൂപത്തിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി, അപ്നാഗർ. അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള പദ്ധതി, ചങ്ങാതി. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് വൃത്തിയുള്ളതും സുരക്ഷിതവുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാ? പദ്ദര ആലൈ. പദ്ദര ആലൈ. കേരളത്തെ അതിന്റെ സമസ്ത നേട്ടങ്ങളോടെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പരിപാടി ഏതാ? കേരളീയം. കേരളത്തെ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടി താരാട്ട്. ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതി ഗോൾ പദ്ധതി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുന്ന വനിതകൾക്ക് വേണ്ടി നോർക്ക റൂട്ട്സും വനിതാ വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതി വനിതാ മിത്ര. ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും നടപ്പാക്കാനുള്ള പദ്ധതി കാതോർത്ത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പോർട്ടൽ സുവിധ പോർട്ടൽ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്നതിനുള്ള പോർട്ടൽ PM സൂരജ്. ഓക്കെ. സംസ്ഥാന നയ രൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് പോർട്ടൽ ഏതാണ്? നീതി ഫോർ സ്റ്റേറ്റ്സ്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കാൻ ആരംഭിച്ച പോർട്ടൽ മിത്രം. അവകാശികളില്ലാതെ ബാങ്ക് നിക്ഷേപങ്ങൾ അനുബന്ധിച്ച് വിവരങ്ങൾ കണ്ടെത്താൻ RBIയുടെ കേന്ദ്രീകൃത പോർട്ടൽ ഉദ്ഗം. ഓക്കെ. ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ മാതൃഭൂമി. പത്രമാണല്ലോ, പത്രത്തിന്റെ പേരാണല്ലോ. ഓക്കെ. അടുത്തത് അയൽക്കൂട്ടാംഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രതിസന്ധികളിൽ സഹായം നൽകുന്നതിനും കുടുംബശ്രീ ആരംഭിച്ച ഇൻഷുറൻസ് പദ്ധതി ജീവൻ ദീപം. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കെ ലിഫ്റ്റ്. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക ഉന്നമനത്തിനായി ആഡ്സുകളെ വികസിപ്പിക്കാൻ കൊണ്ടുവന്ന പദ്ധതി എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള കലാപരിപാടി അരങ്ങ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി K4 കെയർ. അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീ ക്യാമ്പയിൻ ഉജ്ജീവനം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ആരംഭിച്ച പോർട്ടൽ ഏതാണ്? നിക്ഷയ് മിത്ര. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ഏതാണ്? എന്റെ ഭൂമി. അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഇ-ശ്രം. ക്ഷീരവികസന വകുപ്പിന്റെ സഹായ പദ്ധതിക്കു വേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടൽ ക്ഷീരശ്രീ. സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങളെല്ലാം ഒരുമിച്ച് പ്ലാറ്റ്ഫോമിലേക്കാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോർട്ടൽ സേവനമാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജിറ്റ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2024 ജാനുവരി 1. ന്യൂ ഇയറിന്റെ അന്ന് തന്നെ അല്ലെ. ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസി കുടുംബശ്രീയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനായി IT മിഷനും സാക്ഷരതാ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ഞാനും ഡിജിറ്റലായി. രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ സാങ്കേതിക വിദ്യ പരിശീലനം നൽകാൻ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഡിജി സാക്ഷ്യം. കാഴ്ച പരിമിതമായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി SCERT ആരംഭിച്ച പദ്ധതി ശ്രുതി പാഠം. ഓക്കെ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. PSC
തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി മാതൃയാനം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. ഓക്കെ. കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി ഇ-സഞ്ജീവനി. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി സ്നേഹസാന്ത്വനം. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്നു പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി സ്പേസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം. ഓക്കെ. ലോക ആരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതി ടാപ്പ് പദ്ധതി TAP. ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രോഡക്റ്റ്. ഓക്കെ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏകാരോഗ്യ പദ്ധതി. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി മിഴി. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി മിഴി. സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴിയാണ്. കൈമൊഴി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കേരള പോലീസ് പദ്ധതി ചിരി. ഓക്കെ. ശ്രവണ പരിമിതിയുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയാർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന പദ്ധതി ശ്രുതി തരംഗമാണ്. ശ്രുതി തരംഗം. കോക്ലിയർ ശസ്ത്രക്രിയ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ധ്വനിയാണ്. ധ്വനി. നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം പരിശോധിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ശ്രവണ സൗഹൃദ കേരളം. കോട്ടയം ജില്ലയിൽ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ശ്രുതി മധുരം. കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി കാതോരം. ദൃഷ്ടി പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോക്കോമ. ദൃഷ്ടി ഗ്ലൂക്കോമ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തിയ ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി സ്നേഹധാര. സംസ്ഥാനത്ത് ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ശൈലി ആപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗ, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന പദ്ധതി കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആവാസ്. എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി നേർക്കാഴ്ച. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ബാലമിത്ര. സംസ്ഥാനത്തെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നത് ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പയിൻ സ്പർശ്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതി മിഠായി. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
സൗജന്യ ചികിത്സാ പദ്ധതി താലോലം. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി SCERT വികസിപ്പിച്ചെടുത്ത ബോധന പരിശീലന പദ്ധതി ഹെൽത്തി കിഡ്സ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ശലഭം എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം. കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി പദ്ധതി. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനും കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി ഫുൾ ബ്ലഡ്. മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ആരോഗ്യ കിരണം. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന് സമഗ്ര ശിക്ഷ കേരളം ഒരുക്കുന്ന പദ്ധതി കളിക്കൂട്ടം. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം ഓട്ടിസം. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ ഓർ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഓർമ്മത്തോണി. കേരള സാമൂഹ്യ മിഷന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള ഗൃഹ സന്ദർശന രോഗനിർണയ പദ്ധതി അശ്വമേധം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഓപ്പറേഷൻ അമൃത്. കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൻ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ദീപ്തി. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി കെയർ. വയോജനങ്ങളുടെ ആരോഗ്യ മാനസിക പരിരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതി വയോമിത്രം. വീടുകളിൽ എത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതി സ്വാന്തനം. രക്തപരിശോധന സ്വാന്തനം. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള നവജാത ശിശുക്കൾക്ക് ഉടൻ ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതി നിയോക്രെഡിൽ. BPL കുടുംബങ്ങളിലെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതി വായോമധുരം. പൊതുജന ആരോഗ്യ മേഖലയിലെ രാജ്യത്തെ മികച്ച പദ്ധതി അക്ഷയ കേരളം. കേരള ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി അക്ഷയ കേരളം. ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതി നിക്ഷയ് മിത്ര. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തിയ ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി സ്നേഹധാര. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര. കേന്ദ്ര സർക്കാർ പദ്ധതികൾ. പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി ആരോഗ്യ മൈത്രി. രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലവിൽ വരുന്ന സംവിധാനം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ABHA. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ആയുഷ്മാൻ ഭവ്. സംസ്ഥാനത്ത് HIV ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ക്യാമ്പയിൻ 1-0. വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഹെൽത്തി കിഡ്സ്. വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പാക്കാനും കായിക മികവ് വർദ്ധിപ്പിക്കാനും ഉള്ള പദ്ധതി പ്ലേ ഫോർ ഹെൽത്ത്. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നത് ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ്. വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി
സമാശ്വാസം. വൃക്ക കരൾ രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.